ഷോയുടെ ഏതാണ്ട് പകുതി ദൂരം പ്രധാനമന്ത്രി പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 15 മിനിറ്റോളം സമയം, 15 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്താണ് ഈ പകുതി ദൂരം പ്രധാനമന്ത്രി പിന്നിട്ടിരിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയാണ് ഈ റോഡ് ഷോ ഇതിനകം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പാലക്കാടിൻ്റെ മണ്ണിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തുമ്പോൾ BJP അനവധി ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. मोबाइल का तो कह लो ना क्या बात हो പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടാണ് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ കേരളത്തിൽ പ്രധാനമന്ത്രി വരുന്നത് തുടർച്ചയായ 6ാം തവണയാണ്. പാലക്കാട്ട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം വന്നിറങ്ങുന്നു. തുടർന്ന് ഏതാണ്ട് 100 മീറ്ററോളം 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് ഷോ നടത്തുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റോഡിൻ്റെ ഇരുവശത്തും തടിച്ചുകൂടി നിൽക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകരെ കാണാം. അവർ പുഷ്പവൃഷ്ടിയോടുകൂടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വാഹനത്തിൽ മറ്റ് 3 പേർ SPG ഉദ്യോഗസ്ഥർക്കൊപ്പം മറ്റ് 3 പേർ കൂടിയുണ്ട്. പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുണ്ട്, നിവേദ സുബ്രഹ്മണ്യമുണ്ട്, പൊന്നാനിയിലെ BJPയുടെ സ്ഥാനാർത്ഥി, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ ഇവിടെയുണ്ട്. രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രംഗത്താണ് BJPയും പ്രധാനമന്ത്രിയുമുള്ളത്. തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിന് പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും BJP ലക്ഷ്യം വെക്കുന്നു. ഒരു സീറ്റെങ്കിലും ഇത്തവണ നേടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കി വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാ തവണയും BJPയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി വരുന്നിടത്ത് വലിയ ആൾക്കൂട്ടമുണ്ടാകുന്നു, വലിയ ജനക്കൂട്ടമുണ്ടാകുന്നു. ജനം നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാനായി കാത്തു നിൽക്കുന്നു. ആവേശത്തോടുകൂടി അദ്ദേഹം അവരോട് പ്രതികരിക്കുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇനിയും അത്തരം പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട എങ്കിൽ പോലും വളരെ പ്രധാന ഒരു റോഡ് ഷോയിലേക്ക്, അതായത് ഇനിയും പ്രധാനമന്ത്രി സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. കാരണം 4 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ വന്ന് അദ്ദേഹം ആവേശകരമായ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ പാലക്കാട്ടെ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാലക്കാടൻ മണ്ണ് BJPക്കൊപ്പം, പാലക്കാടൻ കാറ്റ് BJPക്കൊപ്പം നിൽക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. തൃശ്ശൂരും സമീപത്തുള്ള തൃശ്ശൂരും BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നോർക്കണം. അവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. ഇന്ന് പക്ഷേ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം പാലക്കാട്ടെ പരിപാടിക്കില്ല. അവിടെ മറ്റൊരു ദിവസം പ്രധാനമന്ത്രി എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്കും അണികൾക്കും ഉള്ളത് എന്നുള്ളതാണ്. റോഡിൻ്റെ ഇരു സൈഡിലും ആബാലവൃദ്ധം ജനങ്ങൾ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ കാത്തിരുന്ന് നരേന്ദ്രമോദിക്ക്, പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചകൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അനുമോദ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അനുമോദ്, വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. വലിയ മുദ്രാവാക്യം വിളികളും മറ്റും കേൾക്കാം. എന്താണ് അനുമോദ് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന സാഹചര്യം? അവിടെ ചിലപ്പോൾ വലിയ ആവേശമുള്ളതുകൊണ്ട് റിപ്പോർട്ടർ അനുമോദിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തോതിലുള്ള ആവേശം പ്രവർത്തകർക്കിടയിൽ ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ
ഒരു മോദിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആവേശത്തോടു കൂടി പ്രവർത്തകർ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ഓഫീസ് ഗ്രൗണ്ട് വരെയാണ് റോഡ് ഷോ ഇപ്പോൾ നടക്കുന്നത്. പാലക്കാടിനെ ഇളക്കി മറിച്ചാണ് മോദിയുടെ റോഡ് ഷോ തുടരുന്നത്. ആയിരങ്ങളാണ് കനത്ത ചൂടിനെ അവഗണിച്ചും അവിടെ കാത്തു നിൽക്കുന്നത്. തുറന്ന വാഹനത്തിൽ പാലക്കാട് 5 വിളക്കിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ പര്യടനം ആരംഭിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, മലപ്പുറം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം എന്നിവർ ഈ റോഡ് ഷോയുടെ ഭാഗമായി ആ വാഹനത്തിൽ ഉണ്ട്. റോഡിൻ്റെ ഇരുവശവും പ്രവർത്തകർ മോദിയെ കാണാൻ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചൂട്. ഉയർന്ന ആവേശം അവിടെ അപ്പോഴുമുണ്ട്. ചൂടിനെ അവഗണിച്ചും ഉയർന്ന ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ മോദിയെ സ്വീകരിക്കുന്നത്. ഇരുഭാഗത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി പ്രവർത്തകർ നിർത്താതെ മുദ്രാവാക്യവും വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം എത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷമാണ് ഈ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്തത് എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം. പ്രധാനപ്പെട്ട നേതാക്കൾ ചേർന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തുറന്ന വാഹനത്തിൽ കയറി ഇപ്പോൾ ഇതാ റോഡ് ഷോയായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഈ സ്വീകരണ സ്ഥലത്ത് ഉണ്ടായിരുന്നു. കോട്ട മൈതാനത്തെ 5 വിളക്കിൽ നിന്നാണ് ഈ റോഡ് ഷോ പുറപ്പെട്ടത്. അത് കടന്നു പോകുന്ന വഴികളിൽ ഇരുവശത്തും പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ, പോസ്റ്റ് ഓഫീസ് റോഡ് വരെ, പോസ്റ്റ് ഓഫീസ് വരെ 1 കിലോമീറ്റർ ആണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും മറ്റുമുള്ളത്. मोबाइल का तो कह लो ना तो പാലക്കാടിനെ ആവേശത്തിലാക്കി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതാ കടന്നു പോകുന്നു. അല്പസമയം കൂടി ഉണ്ടാകും റോഡ് ഷോ. ഏതാണ്ട് അരമണിക്കൂർ സമയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1 കിലോമീറ്റർ നീളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത് എന്നുള്ളതും പ്രധാനമാണ്.